ഈകളുടെ ലൈവിൽ എന്താ ഇവൻ ഇരിക്കുന്നത്? ആ ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ. ഹാപ്പി ബർത്ത്ഡേ കുര്യ. എന്താ പുതിയ ഷർട്ടല്ലോ? അതോട്ടെ ഭാഗ്യ ഫുട്ബോൾ പ്ലെയർ അല്ല. ബർത്ത്ഡേ ശരിക്കും ബർത്ത്ഡേ അല്ലേ? എന്താ പരിപാടി വന്നിട്ട് അവിടെ പോയാലോ? എനിക്കൊരു സന്തോഷമില്ലാതെ എപ്പോഴും മുഖിക്കലാ തോന്നല. എപ്പോ ഇവ സന്തോഷിച്ചിട്ടാ. എല്ലാരും ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കുര്യാക്കോസ് ഫാമിലി, ഹാപ്പി ബർത്ത്ഡേ. എടാ ഈഗിൾസ് ഫാമിലി ഹാപ്പി ബർത്ത്ഡേ. എടാ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ കുര്യാക്കോസ് ഫാമിലി, ഹാപ്പി ബർത്ത്ഡേ കുര്യാക്കോസ്. എല്ലാരും എവരിബഡി കമോൺ. എടാ ഈ കുടുംബശ്രീ നമ്മൾ കാണണ എന്താ ചെയ്യണ്ടേ? ചാറ്റ് പറ. അല്ല അതല്ല എന്റെ ഇത് ഗിഫ്റ്റ് ഗിഫ്റ്റ് കുര്യർ ഗിഫ്റ്റ് നാളെ അല്ലേ? നാളെ ഇന്ന് രാത്രി അല്ലേ? 12 മണിക്കല്ലേ? 12 മണിക്ക് ബർത്ത്ഡേ കഴിഞ്ഞോ? നാളെ അല്ല. ശരി ഗെയിം കേക്ക് നിനക്ക് വേണ്ടി നീ തന്നെ കേക്ക് വാങ്ങിയ എന്തൊരവസ്ഥടാ. പാവോടാ. ഗിഫ്റ്റ് ഞാൻ മേടിച്ചോ. ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം നോട്ടാ. സ്വന്തമായിട്ട് കേക്ക് മേടിച്ചിട്ട് വന്നടാ. ഇക്ക കാലെന്തായി? കാല് കുഴപ്പമൊന്നുമില്ല. കാലൊക്കെ ഓ ഒരാളെങ്കിലും ചോദിച്ചല്ലാടാ. എത്ര സമയം ഞാൻ ലൈവ് തുടങ്ങിയിട്ട്? എത്ര സമയം? 10 ഇരിക്കേ. കുര്യനാ നിന്ന് കിങ്. കുര്യനിക്ക് ഐഫോൺ ഗിഫ്റ്റ്. ഐഫോണല്ല ആലോചിക്കുക. ഇതെന്താ എല്ലാവർക്കും ഐഫോൺ? അത് അതെല്ലാം ആലോചിച്ച് ചെയ്യാം. ഐഫോൺ വേണ്ടേ? അതെന്താ എനിക്ക് ഐഫോൺ വിരോധിയാ നീ? ആണോ? വാ എന്തായാലും നമുക്ക് കുര്യന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. എടാ മുത്തേ ഇത് നമ്മള് ടേബിൾ ഇവന്റ് ആക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞു. ഇവന്റ് ആക്കേണ്ട കാര്യമായിരുന്നു. ടേബിൾ ഉണ്ട്. ഇതൊന്നും തുടച്ചേ. ഇതെന്താണത്? ആരോ തൂറിയിട്ടുണ്ട്. അല്ല ഇതെന്താണല്ലേ? ഇത് തുടങ്ങിയ പാടല്ലേ ഇതാണല്ലേ ഇവൻ പറയുന്നത്? അല്ല ഇവന് വായിൽ ഇതേ ഉള്ളൂ. അപ്പൊ ഗൈസ് എല്ലാരും എവരിബഡി സ്പാം ഹാപ്പി ബർത്ത്ഡേ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ കുര്യ. ഗിഫ്റ്റ് ആയിട്ട് 10th മെമ്പർ ആക്കാനോ? അത് ഭയങ്കര വലിയ ഗിഫ്റ്റ് ആയി പോവല്ലോ. അത് വേണോ ചാറ്റ്? അത് വേണോ? ഇതാ ഞാൻ ഫോൺ മേടിച്ചു കൊടുത്താ പോരെ? 10th മെമ്പർ കുര്യ. ഹാപ്പി ബർത്ത്ഡേ കുര്യാന്ന് ഇവൻ തന്നെ പാവോടാ. ഷേടാ ഞാൻ ഇന്നിപ്പോ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായി. നമുക്ക് മൊത്തം ഇത് സെറ്റാക്കായിരുന്നു കേട്ടോ. സർപ്രൈസ് ചെയ്യായിരുന്നു മൊത്തം ഞാനും. ഇത് ബർത്ത്ഡേ പറഞ്ഞപ്പോ ഞാൻ നാളെ എന്റെ മൈൻഡില് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ബർത്ത്ഡേ എന്നാ എന്റെ വിചാരം. മറ്റേ ജാസി ഈ തീട്ടൻ ജാസിന്റെ ബർത്ത്ഡേ നമ്മൾ എത്ര അടിപൊളിയായിട്ടാണ് ആഘോഷിച്ചു വിടാ. മറ്റേ പാർട്ടി ഇതെല്ലാം ആക്കിയിട്ട് പാർട്ടി ആക്കണായിരുന്നോടാ. നമ്മളെ മെമ്പർ ഓഫ് ദി മെമ്പർ ആണ് കുര്യൻ. 10th മെമ്പർ എന്ന് പറയുന്നത് അള്ളാന്റെ പോലെ എല്ലാരും 10th മെമ്പർ സ്പാം ചെയ്താ. ഇതാ ഹാപ്പി ബർത്ത്ഡേ കുര്യ. ഇവൻ തന്നെ എതിരടാ ഹാപ്പി ബർത്ത്ഡേ കുര്യാന്ന് ഇവൻ തന്നെ എതിരിപ്പിച്ചടാ. പാവോ ബ്രോ ലിറ്ററലി ഹാപ്പി ഓൺ ഹിസ് ഓൺ ബർത്ത്ഡേ. കാര്യം ഇവൻ ഡെയിലി ഇങ്ങനെയാ. ഇവൻ ഡെയിലി ഹാപ്പി. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇവ ഹാപ്പി ആണോ അല്ലെന്ന് മനസ്സിലായില്ല. ഇവ എപ്പോ ചിരിച്ചോണ്ടാ. എടാ ആലോചിക്കട്ടെ. എന്നെ പെട്ടെന്ന് തീരുമാനം എടുപ്പിക്കൽ. ആലോചിക്കട്ടെ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ ഞാൻ ഈ കണ്ണും മുട്ടി ഒറ്റ മൈൻഡിൽ തീരുമാനം എടുക്കുന്ന ഞാൻ നിർത്തി. മനസ്സിലാ? ഒറ്റ മൈൻഡ് ഞാൻ നിർത്തി. കാര്യം പറയാ. കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കണം. ഇതെന്താണത്? ഓ കേക്കിനൊന്നും പറ്റാണ്ട് നോക്കട്ടെ. അയ്യോ എന്നെ കാല് വയ്യാത്തയാടാ. അറികളെ പൊട്ടനാണല്ലോ. എടാ എന്താ എന്റെ പേടിയാലോ? മറ്റന്നാളെ കോൺസേർട്ട്. മറ്റന്നാളല്ല എന്താ അയച്ചത്? കോൺസേർട്ട് ഏതാ അയച്ച? ഞായറാഴ്ച 19 ഞായറാഴ്ച. ഞായറാഴ്ചത്തെ കോൺസേർട്ടിന് ഈ കാലും വെച്ച് ഡാൻസ് കളിക്കാൻ എനിക്കൊരു അപ്പത്തേക്ക് ശരിയാവൂലേ? ഇനി എത്ര ദിവസം ഉണ്ട്? 14 അല്ല 15 അല്ലേ ഇന്ന്? 16 17 18 19 4ാമത്തെ ദിവസം. എടാ 16 നാളെ ഇനോഗ്രേഷൻ ഉണ്ട് കേട്ടോ. നാളെ ഇനോഗ്രേഷൻ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അനൗൺസ്മെന്റ്
ഗൈസ് നാളെ ഇനോഗ്രേഷൻ ഉണ്ട്. നാളെ നമ്മളെ വീട്ടിലെ തൊട്ടപ്പുറത്ത് ഇനോഗ്രേഷൻ ആണ്. ഉണ്ടാകുമ്പോ മൊത്തം എടുത്ത നാട്ടാറും നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വീടിന്റെ കുറച്ചപ്പുറത്തായത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ നാട്ടാറ ഒന്നിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്യുന്നൊരു പരിപാടി. അപ്പം നാളെ മഞ്ഞുമല ഒരു കാറിന്റെ ഡീറ്റെയിൽ പെക്സ എന്ന് പറഞ്ഞൊരു കാർ ഡീറ്റെയിലും ഷോറൂം നമ്മള് ഇനോഗ്രേഷൻ ഗ്യാങ് ഇനോഗ്രേഷൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കരുത്. കാര്യം പറയല. പിന്നെ എന്താ ഇനോഗ്രേഷൻ വരുമ്പോ എന്താക്കണ്ടേ? ഇല്ല ചെയ്യാൻ പറ്റില്ല ജാട അങ്ങനെ പറയാൻ വേണ്ട പരിപാടിയാണ്. ഞാൻ മുന്നേ ആ ഒരു കാര്യം പറ്റേ, ഞാൻ ഒരു വർഷത്തോളം ഇനോഗ്രേഷൻ ഇപ്പൊ ഗ്യാങ് വന്നതിന് ശേഷം ഗ്യാങ് ആയതിനു ശേഷം ഞാൻ ഇനോഗ്രേഷൻസ് എടുക്കാൻ തുടങ്ങി. അതിന് മുന്നേ ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്യല്ല, മനസ്സിലാവും. അതിന് മുന്നേ കുറേ കാലം ഞാൻ ചെയ്യാണ്ടതിന് മനസ്സിലാവും. ഒരു 1.5 വർഷത്തോളം ഞാൻ അധികം ലൈവ് ചെയ്യും, പക്ഷെ ഇനോഗ്രേഷൻ മാത്രം ചെയ്യല്ല. ഇപ്പൊ കുറച്ച് ഇനോഗ്രേഷൻസ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇവർ ഇനോഗ്രേഷൻ ഗ്യാങ് ഇനോഗ്രേഷൻ ബോയ് ഇതെന്താണത് ഫുട്ബോൾ ഗിഫ്റ്റ് ഫുട്ബോൾ ഇല്ല എനിക്ക്. ആ ഫുട്ബോൾ ഞാൻ മേടിച്ചു കൊടുത്തടാ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഫുട്ബോൾ മേടിച്ചു കൊടുത്തത്. ഫുട്ബോൾ ഗിഫ്റ്റ് ബൂട്ട് ഓനിക്ക് ഇഷ്ടപ്പെട്ടാലും മേടിച്ചു കൊടുത്തു ഓൾറെഡി. 10th മെമ്പർ അത് കുറെ ആൾ ചോദിക്കുന്നത്. അത് ചെയ്യണോ? ഒറ്റ വൈലിൽ തീരുമാനം എടുക്കണോ? ഓൾറെഡി ഇനോഗ്രേഷൻ മാത്രമായത്. എടാ എന്താടാ നിങ്ങ പറയുന്നത്? എടാ ഇനി ഇനോഗ്രേഷൻ മാത്രല്ല, ഇനി കോൺസേർട്ട് പോയി. ഇനി ഇനോഗ്രേഷൻ മാത്രല്ല, ഇനി 19 കോൺസേർട്ട് പോയി. നീ മുന്നിലേക്ക് നിന്റെ ബർത്ത്ഡേ നീ ഓനെ ബാക്കിലാക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇത് ഓന്റെ പിൻഭാഗ കാണുന്നത്. എടാ രാവണപ്രഭു കാണാൻ പോയട്ടാ. അത് ഒരു കഥ പറയാനുണ്ട്. അത് ഷമീറിന്റെ തലക്കടിക്കാനുള്ള ഒരു കഥ എനിക്ക് പറയാനുണ്ട്. മോഹൻലാലിന്റെ ഫാൻ ഷോക്ക് വേണ്ടിട്ട് പറയണ്ട, ഫാൻ ഷോ ബുക്ക് ചെയ്യാൻ നിനക്ക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കുര്യ. ഊതണം. ഇതെന്തൊരു മണ്ടലായവൻ. ആയില്ല നമ്മള് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ നീ ഊതണം, എന്നിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുര്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ വയലിട്ടുണ്ടോ? വയലിട്ടെ ലക്ഷ്മി വയലിട്ട് കൊടുക്കടാ. അടി ഇതൊരു ഭയങ്കര ലളിതമായ ആഘോഷമായിപ്പോയല്ലേ. നമ്മള് സാധാരണ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനല്ലോ. ഈ ജാസി എന്ന് പറയുന്ന ലൊട്ടന്റെ ബർത്ത്ഡേ ഇവിടെ ഫുള്ള് ലൈറ്റ് മ്യൂസിക്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവല്ലേ ഞാന്. പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മെമ്പറാണോ നീ ഗ്യാങ്ങില്? മാറി ഇതെല്ലാവരും 10th ഹി ഡിസേർവ് ഇറ്റ്. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞ പോലെ പ്ലീസ്. നിങ്ങൾ എപ്പോ തന്നെ ഇങ്ങനെ ചാടി കയറി തീരുമാനം എടുപ്പിക്കല്ല പ്ലീസ്. 10th മെമ്പർ എന്നെല്ലാം പറഞ്ഞാല് നമ്മളതിന് ശേഷം പിന്നെ അത് വിട്ടതാ, മനസ്സിലായി. ആ കേസ് വിട്ട കാരണം അത്രയും ആൾക്കാർ ഇതായിട്ട് ഒരാളെടുത്താൽ മറ്റേയാൾക്ക് ദേഷ്യാവും എന്നുള്ള ലെവലിലേക്കായി, മനസ്സിലായി. അത്രയും ആൾക്കാർ 10th മെമ്പർ ആണെന്നും പറഞ്ഞു നിന്ന് വലിയ പ്രശ്നത്തിലേക്ക് പോയപ്പോ നമ്മൾ പിന്നെ 10th മെമ്പർ എന്നുള്ളത് ഹോൾഡ് ചെയ്ത് വെച്ചു, മനസ്സിലാവും. കുറെ ആൾക്കാർ ഇപ്പോഴും ഓൾഡിലുള്ള ഓഡീഷൻ വെക്കാനും പറഞ്ഞ് നിന്നിട്ടുള്ളത്. കാരണം ഒരാളെടുത്തു കഴിഞ്ഞാൽ മറ്റേക്ക് ഇഷ്ടപ്പെടൂല, മൊത്തം പ്രശ്നമാവും. അത്രയും ദേഷ്യം പിടിച്ചിട്ടെല്ലാം കുറെ ആൾക്കാരുണ്ട്, മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചാടിക്കറി കണ്ണും പൊട്ടി എടുക്കാന്ന് പറഞ്ഞാല് എനക്കറിയില്ല. ഞാൻ ആലോചിക്കട്ടെ. കേക്ക് മതിയാ? നീ കേക്ക് ഊന്നാനെല്ലാം ഇവിടെ വരുന്നത്. നീ ഇവിടെ ലൈവായിട്ട് മറ്റേ പരിപാടി കേക്ക് ഊന്നലാണ്. ഓക്കെ ഗൈസ് ഇന്നത്തെ പരിപാടി എടാ ഗിഫ്റ്റ് കൊടുക്കാം. 10th മെമ്പർ വേണ്ട. എന്റെ അഭിപ്രായത്തിൽ 10th മെമ്പർ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ആലോചിച്ച് ചെയ്യാം. ഗിഫ്റ്റ് അഖിലെവിടെ? അഖിലിനെ വിളിച്ചേ. അഖിലേ നിന്റെ അനൗൺസ്മെന്റ് എന്താ കേക്കാ? എടാ ഇവിടെ മെയിൻ അനൗൺസ്മെന്റ് അടക്കാം MRCന്റെ. അപ്പൊ 10th മെമ്പർ ആയിട്ട് അതെങ്ങനെയാ കണ്ണും പൂട്ടി അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? എടാ ഞാൻ ഒരു കാര്യം പറയാം.
മെമ്പർ 10th മെമ്പർ ആകാൻ വേണ്ടിട്ട് ഓഡീഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ ആരും എന്നോട് ദേഷ്യം തോന്നരുത്. ഇവര് ഇവിടെ വന്ന് വീട്ടിൽ കല്ല് പറയരുത് ഗൈസ്. ഓഡിയൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം, കാരണം എല്ലാവരും 10th പറയാം, എനിക്ക് തോന്നുന്നു ഓനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം നിൽക്കും. ഓക്കെ അല്ല ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഈ ലൈവ് തീരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കട്ടെ. ഈ തീരുന്നതിന് മുമ്പ് ഞാൻ തീരുമാനം പറയും. ഓക്കെ, അത് പോരാ. അത് മതി. അതാ കുര്യാക്ക ഹാപ്പി ബർത്ത്ഡേ കുര്യ എന്നിട്ട് 1799 rupees ഉപയോഗിച്ചിട്ട് അദിൽജിത്ത് താങ്ക്സ് പറയടാ. ഓ 1800 രൂപ കുര്യന്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നാൽ ബ്രോന്റെ ഓൾഡ് മൊബൈൽ എനിക്ക് തരുമോ പ്ലീസ്? ആരാ കാടമുട്ട? താങ്ക് യു ഫോർ 40 rupees. ഓ ഞാൻ 70 Pro Max ഇടുമ്പോ ഓൾഡ് ഫോൺ തരുമോ? അതിന് നീ ആരാടാ കാടമുട്ടെ? എനിക്കതിന് ഞാൻ തരുന്നത്. നിന്റെ പേരനെ കാളമുട്ടേന്നാ. ഇത് മാറ്റിക്കോടെ. ഡിസേർവ് 10th കുര്യനെ ഫ്രണ്ടിൽ നിർത്തുന്നത്. കുര്യനോട് കളിക്കാൻ പറയുന്നോ? ആ കുര്യന്റെ പുറത്തല്ല, കുര്യൻ കളിക്കട്ടെ. ഡാൻസ് ഏതാ വേണ്ട? കുര്യൻ റെഡി. എന്നാ പിന്നെ പിടിച്ചോടാ. ഈ ടർക്കി മുഖൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതിനായിട്ട്. ഈ പീകോക്ക് മുഖൻ കോൺസേർട്ടിൽ ഡാൻസ് കളിക്കുന്ന പറയുന്നത്. എടാ ഒരു പാട്ട് പറഞ്ഞ ഇത് പ്രാക്ടീസ് ചെയ്യാം. ടോണിക് കളിക്കണോ?